ചർച്ചകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉഭയകക്ഷി ചർച്ചകൾ, ഘടകകക്ഷികളുമായുള്ള ചർച്ചകൾ ഇന്നും നടക്കും. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് മുൻപായി അക്കാര്യത്തിൽ ഒരു ധാരണ, ആരൊക്കെയാകണം മന്ത്രിമാർ, അവരുടെ വകുപ്പുകൾ എന്തായിരിക്കണം എന്നതിലൊക്കെ ഒരു ഏകദേശ ധാരണയായി കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം ആരുടെയൊക്കെ പേരുകൾ നമ്മൾ നേരത്തെ പരിശോധിച്ചു കഴിഞ്ഞു. ഏറെക്കുറെ ഉറപ്പായവരുടെ പേരുകളൊക്കെ നോക്കി. പക്ഷേ എങ്കിലും ഒന്ന് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. രമേശ് ചെന്നിത്തല, സണ്ണി ജോസഫ്, AP അനിൽകുമാർ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, PC വിഷ്ണുനാഥ്, M ലിജു, ബിന്ദു കൃഷ്ണ, ചാണ്ടി ഉമ്മൻ എന്നിവർ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചിട്ടുണ്ട്. സാമുദായിക സമവാക്യങ്ങളും പ്രാദേശിക പരിഗണനകളെയും പരിഗണിച്ച് തീരുമാനമെടുക്കേണ്ടത് കൊണ്ടാണ് വൈകുന്നത് എന്നാണ് നേതൃത്വം നൽകുന്ന വിശദീകരണം. ഉച്ചയോടെ ഗവർണർക്ക് മന്ത്രിമാരുടെ പട്ടിക നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ കൈമാറും. സ്പീക്കർ സ്ഥാനത്തേക്ക് ശക്തൻ, റോജി, ബൽറാം എന്നിവരാണ് പരിഗണനയിലുള്ളത്. അപ്പോൾ വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈലബ്ദീനാണ് ചേരുന്നത്. ഈ മന്ത്രിസഭാ രൂപീകരണത്തിന്റെ ചർച്ചകൾ അത് VD സതീശന് അനുകൂലമാകുമോ എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. ആരൊക്കെ ക്ലെയിം വെക്കുന്നുണ്ട്, ആരൊക്കെ മന്ത്രിസഭയിലേക്ക് എത്തും, ഒരു അന്തിമ ചിത്രം നമുക്കിപ്പോൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനാകുമോ സേഫ്? ഒരു അന്തിമ ചിത്രം ഒരു 11 മണി 11:30യോട് കൂടി മാത്രമേ അതിന്റെ ഒരു രൂപരേഖ എന്താണ് എന്ന കാര്യത്തിലൊരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ഏകദേശ ധാരണ ഇതിനകത്ത് ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ രാത്രി വൈകിയും ചർച്ചകൾ നടക്കുകയായിരുന്നു. ഇന്ന് രാവിലെയും ചർച്ചകളുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഗവർണർ രാജേന്ദ്ര അർലേക്കറിനെ കണ്ട് മന്ത്രിമാരുടെ പട്ടിക നൽകാനാണ് കോൺഗ്രസ് നേതൃത്വം നിലവിൽ തീരുമാനിക്കുന്നത്. നിയുക്ത മുഖ്യമന്ത്രി അത് അവിടെ കൊണ്ടുപോയി ലോക്ഭവനിൽ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടിയുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിൽ ഇപ്പോൾ മന്ത്രിസ്ഥാനം ഉറപ്പിച്ചത് ദിവ്യ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ M ലിജു, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K മുരളീധരൻ, അതുപോലെ തന്നെ ബിന്ദു കൃഷ്ണ, ചാണ്ടി ഉമ്മൻ അടക്കമുള്ള PC വിഷ്ണുനാഥ് അടക്കമുള്ള ആൾക്കാർ, രമേശ് ചെന്നിത്തല അടക്കമുള്ള ആൾക്കാർക്കാണ് സാധ്യത. നിലവിൽ മന്ത്രി പട്ടികയിൽ അവരുടെ പേരാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇനിയുള്ളത് സാമുദായിക സമവാക്യങ്ങൾ മറ്റും നോക്കേണ്ടതുണ്ട്. ഇതിനകത്ത് വകുപ്പുകൾ ഒരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് കോൺഗ്രസിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ റവന്യൂ വകുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ കയ്യിൽ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ പൊതുഭരണം, അത് മുഖ്യമന്ത്രിയാണ് കൈകാര്യം ചെയ്യുന്നത്. പിന്നീടുള്ളത് ധനവകുപ്പാണ്, പിന്നീടുള്ളത് റവന്യൂ ആണ്, വനം അവരുടെ കയ്യിലുണ്ട്. ഉന്നത വിദ്യാഭ്യാസവും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്, അത് ഇടത് സർക്കാരിന്റെ കാലത്ത് രണ്ടാക്കിയിരുന്നു. ഇത്തവണയും കോൺഗ്രസ് അങ്ങനെ ആഗ്രഹിക്കുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. വിദ്യാഭ്യാസം ലീഗിന് കൊടുത്താൽ ഉന്നത വിദ്യാഭ്യാസം ഒരു പക്ഷേ കോൺഗ്രസ് അത് കയ്യിൽ വെച്ചേക്കും. പിന്നെ ടൂറിസം ഉണ്ട്, എക്സൈസ് ഉണ്ട്. ഇതൊക്കെയാണ് കോൺഗ്രസിന്റെ കയ്യിലുള്ള പ്രധാനപ്പെട്ട വകുപ്പുകൾ. സണ്ണി ജോസഫ് മന്ത്രിസ്ഥാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ആയി പരിഗണിക്കുന്നത് അത് റവന്യൂ വകുപ്പാണെന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന സൂചനകൾ. ആരോഗ്യവകുപ്പ് അത് K മുരളീധരന് ഉണ്ടാകും എന്ന് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. എക്സൈസ് വകുപ്പും ടൂറിസം വകുപ്പും അത് AP അനിൽകുമാർ എന്ന് പറയുന്നത് KC വേണുഗോപാലുമായി ഏറ്റവും അടുത്ത ബന്ധം വെച്ച് പുലർത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് ആ വകുപ്പ് നൽകാം എന്നുള്ള ആലോചനയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. PC വിഷ്ണുനാഥ് ഒരു യുവനിരയിൽപ്പെടുന്ന ആളാണ്. നേരത്തെ A ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു അദ്ദേഹം. ഇപ്പോൾ KC പക്ഷമായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാൻ കഴിയുന്ന ആളാണ്. അദ്ദേഹത്തിന് ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് ഏറ്റെടുത്താൽ ഉന്നത വിദ്യാഭ്യാസം അദ്ദേഹത്തിന് നൽകും എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പിന്നീടുള്ളത് സ്പീക്കർ സ്ഥാനത്തേക്കുള്ള പരിഗണനയാണ്. N ശക്തൻ നേരത്തെ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് G കാർത്തികേയൻ മരിച്ചതിന് ശേഷം അദ്ദേഹം സ്പീക്കറായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് സ്പീക്കർ സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ പേര് പ്രഥമമായി പരിഗണിക്കുന്നുണ്ട്. VT ബൽറാം, റോജി M ജോൺ, ഈ പേരുകളാണ് പിന്നീട് ആ പരിഗണനയിൽ ഉള്ളത്. ഇതാണ് കോൺഗ്രസിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന ധാരണ. ചാണ്ടി ഉമ്മനും ബിന്ദു കൃഷ്ണയ്ക്കൊക്കെ ഏത് വകുപ്പ് കൊടുക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. യുവജനക്ഷേമം, സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, സാമൂഹ്യ നീതിയൊക്കെ ആയിരിക്കും ചിലപ്പോൾ വനിതകൾക്ക് കൊടുക്കുക. പിന്നീടുള്ളത് ഷാനിമോൾ ഉസ്മാന്റെ പേരും T സിദ്ദീഖിന്റെ പേരും സജീവമായി പരിഗണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവർ രണ്ടുപേരും ഏത് ഗ്രൂപ്പാണ് എന്ന് കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അൻവർ സാദത്തിന് മന്ത്രിയാക്കണം എന്ന് ചെന്നിത്തല ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അംഗീകരിക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരുടെ സാധ്യത മങ്ങും. പക്ഷേ ആ ചർച്ച ഇപ്പോഴും പരിഗണനയിലുണ്ട്. ഷാനിമോൾ ഉസ്മാനെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് ജയത്തിന് പിന്നാലെ കാണുന്നത് കന്റോൺമെന്റ് ഹൗസിൽ VD സതീശന്റെ വലത് സൈഡിൽ നിൽക്കുന്ന, കേക്ക് മുറിക്കാനും കൂടെ എല്ലാം നിൽക്കുന്ന ഷാനിമോൾ ഉസ്മാനെ കണ്ടിട്ടുണ്ട്. ഇന്നലെയും ഷാനിമോൾ ഉസ്മാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. T സിദ്ദീഖ് അദ്ദേഹം KC വേണുഗോപാലിന്റെ കൂടെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കാണുന്നത്. അദ്ദേഹം പഴയ A ഗ്രൂപ്പാണ്. ഇപ്പോൾ A ഗ്രൂപ്പ് എന്ന് പറയുന്ന സംവിധാനം, ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇല്ല, പക്ഷമായി മാറി എന്നുള്ളത് വേറൊരു വസ്തുത. എന്തായാലും അവർ രണ്ടുപേരെ പരിഗണിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ അൻവർ സാദത്ത് എന്ന ആവശ്യം അംഗീകരിക്കപ്പെട്ടില്ല. IC ബാലകൃഷ്ണനിലേക്ക് അത് ഒതുക്കേണ്ടി വരും. അങ്ങനെ കോൺഗ്രസിന്റെ മന്ത്രിമാരെ തീരുമാനിക്കുമ്പോൾ അവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി ഈ സാമുദായിക സമവാക്യങ്ങൾ കൃത്യമാക്കുക എന്നുള്ളതാണ്. ജില്ലകളുടെ പരിഗണനയിൽ നിന്ന് കോൺഗ്രസ് ഒന്ന് പിൻവലിയുന്നുണ്ട്. ജില്ലകളുടെ പരിഗണന നോക്കാതെ സാമുദായിക സമവാക്യങ്ങൾക്ക് കൃത്യമായി പരിഗണന നൽകിക്കൊണ്ട് മന്ത്രിസഭാ രൂപീകരണം നടത്തുക എന്നുള്ളതാണ് കോൺഗ്രസ് നിലവിൽ ആലോചിച്ചിരിക്കുന്നത്. അത് ഇന്ന് ഉച്ചയോടുകൂടി അതിനകത്തൊരു തീരുമാനം ഉണ്ടാകും. കാരണം ഇന്നലെ 2 തവണ VD സതീശൻ പറഞ്ഞു കഴിഞ്ഞു, ഞാൻ ഇന്ന് ഉച്ചയോടുകൂടി എല്ലാ മന്ത്രിമാരുടെയും പട്ടിക ഗവർണർക്ക് കൈമാറും, ആദ്യം നിങ്ങൾക്ക് നൽകും എന്ന്
വി.ഡി. സതീശൻ പറഞ്ഞതാണ്. അദ്ദേഹം ആദ്യമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ട് ആ വാക്ക് പാലിക്കാതിരുന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ അത് ബാധിക്കും എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ വ്യക്തിപരമായെങ്കിലും അത് വിഷമമുണ്ടാക്കും എന്നുള്ളതുകൊണ്ട് ആ ചർച്ചകൾക്ക് നേതൃത്വം നൽകി ഇന്നലെ അദ്ദേഹം കൂട്ട ഓട്ടമായിരുന്നു ഇവിടെ തിരുവനന്തപുരത്ത്. അദ്ദേഹം ഈ ഉഭയകക്ഷി ചർച്ചകൾ നിർത്തിവെച്ചിട്ട് പോലും നേതാക്കന്മാരെ കണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുക, സമവായത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതികൾക്ക് വേണ്ടി ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയും കെ.സി. വേണുഗോപാലും ഇവിടെ